നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മുടെ ഡേ 25 ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വലുതായിട്ട് അങ്ങ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അല്ലേ. പിന്നെ ആകെ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെവിൻ വന്നതാണ്. അതെ, പോയ നെവിൻ തിരിച്ചു വന്നു. അത് ഗെയിം കളിക്കാൻ വന്ന നെവിൻ വല്ലവർക്കും വേണ്ടിയിട്ട് വെളിയിൽ പുറത്ത് ചാടി, അതെനക്ക് തിരിച്ച് ചാടി അകത്തും കയറിയിട്ടുണ്ട്, ക്ഷമാപണമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു ഗെയിമർ എന്ന നിലയിൽ നമുക്കത് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല. മാത്രല്ല അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നെവിൻ മാത്രല്ല, അവിടെയുള്ള മിക്കവരും പറയുന്നുണ്ട്. ഈ അനു പറയുന്നുണ്ട്, രേഡു പറയുന്നുണ്ട് എനിക്ക് പുറത്തു പോണോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസ് ഡോർ തുറന്ന് ഇട്ട് കൊടുത്തത് നമ്മുടെ നെവിന് മാത്രമാണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അനു ഇന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോണം, എനിക്ക് പോയാലോ, ഞാനങ്ങ് പോയാലോ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതില് വലിയ കാര്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ബിഗ് ബോസിന്റെ ഒരു കണ്ടന്റ് ആയിട്ട് അങ്ങ് പോയതായിരുന്നു. അതായത് ഞാൻ ഇത് പിന്നീട് ഒരു പ്രശ്നവും, പിന്നീട് ഇവർക്ക് അത് വാദിക്കാനുള്ള ഒരു ഇതാവും. പോയ ആള് ഗെയിം എന്ന രീതിയിൽ അല്ല, അത് പക്ഷെ 100 പറയുന്നുണ്ടായിരുന്നു അവൻ ചങ്കൂറ്റത്തോടെ ഇറങ്ങി പോയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ബിഗ് ബോസിന്റെ ഉള്ളിൽ നടന്നത് എന്താണെന്ന് നമുക്ക് അറിയില്ല എന്നും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നെവിന്റെ ഗെയിം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാ വന്നേന്നാണ് പറഞ്ഞത്. അതായത് ഇനിയിപ്പോ അനുവും ആദില 100 ഒന്നുമല്ല നെവിന്റെ ടാർഗറ്റ്, പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കൂന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെ പോകുന്ന. ആദ്യത്തെ വന്ന ഒരു ചൂടത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണോ എന്ന് അറിയില്ലല്ലോ. അതെ. പിന്നെ അതേപോലെ തന്നെ ശാപവാക്കുകൾ ചൊരിഞ്ഞ് നമ്മുടെ മുനിശ്രീ അനു മാരക ശാപങ്ങളാണ് അവിടെ വിതറിക്കൊണ്ടിരിക്കുന്നത്. അത് കമന്റ്സിലൊക്കെ വരാറുണ്ട്. നമ്മുടെ ജോൺ മണി പ്രോമാക്സ് ആണെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് കേട്ടോ. അപ്പൊ എന്തുവാണെന്ന് അറിയില്ല. അനു പിന്നെ ഒരു നാട്ടിൻ പുറത്തുകാരിയാണെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ രേണ വെറുപ്പിക്കൽ കൂടി വരുന്നുണ്ട്. അതിപ്പം നമ്മുടെ ഇതിലധികം കണ്ടില്ലെങ്കിലും, ഷോയിൽ കണ്ടില്ലെങ്കിലും, ലൈവിൽ ഭയങ്കരമായ രീതിയിൽ രേണയുടെ സംസാരം ചിലതൊക്കെ പറയുന്ന പോയിന്റ്സ് ആണ്. പക്ഷെ അക്ബറും ടീമും എല്ലാം ഭയങ്കരമായ രീതിയിലുള്ള ട്രിഗറിങ് നടന്നു വരുന്നുണ്ട്. അതായത് അനുവിന്റെയും ആ ടീമിന്റെയും പുറക്കെ നടന്ന് ചുറ്റിനും നടന്ന് ചെവി വന്നിരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരും. ഇത് മുമ്പത്തെ സീസണിലെ പോലെ ഇവർക്കെല്ലാം അതൊരു പോസിറ്റീവായി മാറും. അത് അതെ, അനുവിന് മിക്കവാറും അത് പോസിറ്റീവായി മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അനുവും ചില വേർഡുകൾ പറയുന്നത് ഭയങ്കര മോശമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ആരും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അവിടെയും നിൽക്കാൻ പറ്റൂല, ഇവിടെ നിൽക്കാൻ പറ്റൂല എന്നുള്ളൊരു അവസ്ഥയിലാണ്. അതായത് ഇവിടെ ഗ്രൂപ്പുകൾ ഇപ്പൊ കൂടി, ഇപ്പൊ മൂന്നാമതൊരു ഗ്രൂപ്പും കൂടി വന്നിട്ടുണ്ട്. അനുവും ടീമും ഒരു ഗ്രൂപ്പുകള്, അതായത് ലേഡീസ് എല്ലാം കൂടെ ഗിസയിൽ ഒഴിച്ച് ബാക്കി ലേഡീസ് എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്. രണയില്ല, ഗിസയിലും ഇല്ല, ബിന്നിയും അങ്ങനെ ഇല്ല. എന്നാലും അവിടെ ഇവിടെ എല്ലാവരും ബിന്നിയുണ്ട്. ഇന്നത്തെ ഷോയില് ഫുള്ളും ബിന്നി അക്ബറിന്റെ ടീമായിട്ടാണ് നിൽക്കുന്നതും. അതേപോലെ തന്നെ പിന്നെ അതിന്റെ ഇടയ്ക്ക് തന്നെ 2 ആട്ടിൻകുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോരോടിക്കുന്ന ഒരു ഗ്യാങ്, ഒരു ഗ്രൂപ്പ്. അതായത് നമ്മുടെ ഷാനവാസ്, ഒനിയല്, അഭിലാഷ് ഗ്രൂപ്പ്. എന്തായാലും അവരുടെ ഗെയിം സൂപ്പറായിട്ടാ കാണാൻ രസമുണ്ടായിരുന്നു. പിന്നെ ഈ ജയിലിൽ പോവാനായിട്ട് നോമിനേറ്റ് ചെയ്തവരെയും ക്യാപ്റ്റൻസിലെ നോമിനേറ്റ് ചെയ്തവരെയൊക്കെ ശരിക്കും അവരെയൊക്കെ തന്നെയാണോ നോമിനേറ്റ് ചെയ്യേണ്ടത്? ജയിൽ നോമിനേഷനിൽ നമ്മുടെ അനുമോള് റൂൾസ് അല്ല പറഞ്ഞ് അതിനെന്തായാലും അനുമോള് വരേണ്ടി വരും. പിന്നെ അനീഷിന് ഇവര് പറയുന്നത് ടാസ്ക് ചെയ്തിട്ടില്ല, പിന്നെ മാത്രമല്ല ഓവറോൾ ഉള്ള ഡ്യൂട്ടീസും അനീഷ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മെയിൻ ആയിട്ട് വന്നത്. അത് നമുക്ക് കാണാൻ പറ്റും. ഓവറോൾ നമ്മുടെ ഒരു ഈ ഷോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മിക്കപ്പോഴും വെസൽ വാഷ് ചെയ്യാതെ പോയി ഇരിക്കുകയാണ്. അതേപോലെ ഇന്നലെ രാത്രിയിലത്തെ ടാസ്കിലും ആളെ ഓർമ്മ അതിനും ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ ചെയ്തത്. അനീഷിന്റെ ഗെയിം താഴോട്ട് വന്നോണ്ടിരിക്കും. നമ്മുടെ നെവിൻ പുറത്തു പോയിന്റെ ഇഷ്യൂ, അതായത് 100 ട്രിഗർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞേക്കുന്ന റീസൺ എന്ന് പറഞ്ഞാൽ നെവിൻ ഇത് കണക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യും, അതായത് ആദിൽ 100 സെപ്പറേറ്റ് ചെയ്യും, അങ്ങനെ ഇതിനു മുമ്പ് പല ആൾക്കാരെയും സെപ്പറേറ്റ് ചെയ്യിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ നെവിൻ അത് തമാശക്ക് പറഞ്ഞത് നമുക്ക് അറിയത്തില്ല തമാശയാണോ അല്ലാതെയാണോ പറഞ്ഞത്. അതിന്റെ ഒരു കുറുമ്പടം, അതായത് ഒരു വീഡിയോ ലാലേട്ടൻ വരും വിടണ്ടേ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. അതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോ നമ്മുടെ പാട്ടോട് കൂടിയിട്ടാണ് ഇന്ന് ഡേ 25 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാട്ടെന്ന് പറഞ്ഞാൽ മറ്റേ പൂപ്പാട്ടുണ്ടല്ലോ, ഇന്നും ആ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ ആ പാട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ അനുവും ഹാരിനും കൂടെ ഉള്ള ഇന്നലത്തെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ രാത്രി നടന്ന അനുവിന്റെ കിറ്റ് എടുത്ത് വെച്ചെന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്ന് രാവിലെ അനു വീണ്ടും സംസാരിക്കുന്നുണ്ട്. എന്റെ സാധനം എന്തായിരുന്നാലും അത് എനിക്ക് തന്നെയല്ലേ, അതങ്ങനെ ആരും എടുക്കേണ്ട കാര്യമില്ല, എന്റെ സ്വന്തം സാധനം അല്ലേന്ന് വേണ്ടിട്ട് അനു പറയുമ്പോൾ ആരും പറയുന്നുണ്ട് കേട്ടോ ഞാൻ എടുത്തിട്ടില്ല, അതൊരു ബോഡി വാഷ് അല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അനു പറയുന്നുണ്ട് എന്തോ ആയാലും അത് എന്റേതാണല്ലോ, എനിക്ക് തന്നെയാണല്ലോ, അപ്പൊ അതങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അനുവും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ
എടുത്തിട്ടില്ല, പക്ഷെ ഒരു ബോഡി വാഷ് മാത്രമേ ഉള്ളൂ അതിൽ. അതെന്തോ അങ്ങനെ എടുക്കാത്ത ബോഡി വാഷ് എങ്ങാണ്ടല്ലേ ഉള്ളൂ എന്നാ ചോദിച്ചത്. ബോഡി വാഷോ അല്ലെങ്കിൽ ലോഷൻ എന്തോ അല്ലേ ഉള്ളൂ എന്നാനു അവിടെ പറഞ്ഞായിരുന്നു. അത് വെച്ചിട്ട് എങ്ങാണ്ട് ചോദിച്ചത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അനുവിന്റെ അടുത്ത് ഒന്ന് ആരെ എന്റെ ടൂത്ത് ബ്രഷ് താന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്ക് അനു പറയുന്നുണ്ട് പിന്നെ അതിന്റെ ടൂത്ത് ബ്രഷ് ഒന്നും ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ബാത്റൂം ഏരിയയിൽ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കിച്ചൺ ഏരിയയിൽ നമ്മുടെ ഗിസയിൽ മാറിയിട്ട് നിൽക്കുമ്പോഴും അനു അങ്ങോട്ട് വന്നപ്പോൾ പറയുന്നുണ്ട് എന്റെ ടൂത്ത് ബ്രഷ് താടി എന്ന് പറയുമ്പോൾ ഗിസയിൽ പറയുന്നുണ്ട് ഇതൊക്കെ കാണാത്തവരാണല്ലോ അതുകൊണ്ടായിരിക്കും എടുത്തത്, മനസ്സിലാവും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട് ഇവിടെ കള്ളി ആരാന്ന് എല്ലാവർക്കും അറിയാം എന്നിങ്ങനെ അനു തിരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതെ, അപ്പൊ ഇവര് ആ ഒരു ജസ്റ്റ് ഒരു സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ബാത്റൂം ഏരിയയിൽ ആദില പറയുന്നുണ്ട്, അതായത് അനു വന്നിട്ട് ബെഡ്റൂമിലേക്ക് പെട്ടെന്ന് വന്നിട്ട് അവളുടെ അതായത് അനുവിന്റെ പാവ എങ്ങാണ്ട് ഡോൾ എങ്ങാണ്ട് എടുത്തിട്ട് എടുത്ത് ബെഡിൽ എടുത്തിട്ട് ചോദിക്കുന്നു ഇതാരെ ഇട്ടേന്ന് ചോദിച്ചപ്പോ അതിൽ പറയുന്നുണ്ട് അത് ആരെയും കൊണ്ടുവന്ന് അങ്ങോട്ട് ഇടിച്ചിടുന്നതായിരുന്നു, ഞാനെടുത്ത് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. അപ്പൊ ആരിന്റെ അടുത്ത് നീ എന്തിനാടാ പോയി എന്റെ പാവ ഇടിച്ചത്, നീ പറയടാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എന്തോ നീ വെറും പെൺകോന്തനാണെന്നോ അങ്ങനെ കുറെ നിനക്ക് പ്രായത്തിൽ കൂടുതലുള്ള പെൺപിള്ളാരെ കാണുമ്പോഴാണ് പ്രേമിക്കാനാണ് ഇഷ്ടമൊന്നും അങ്ങനെ ഭയങ്കര മോശമായിട്ട് പറഞ്ഞു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ വെളിയിൽ ഈ പേര് പറഞ്ഞിട്ട് അറിയപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. മിക്കാനും PR ടീമിന്റെ അടുത്ത് പറഞ്ഞു കാണും. അപ്പൊ അവർക്ക് ഇടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഹിന്റ് കൊടുക്കുന്നതായി എനിക്ക് തോന്നുന്നു. കുറെ ഹിന്റ് ഒക്കെ വെളിയിലോട്ട് വിടുന്നുണ്ട്. ഇനി PR ടീമിന് വേണ്ടിയിട്ടാണോ എന്ന് അറിയത്തില്ല. കുറെ ഹിന്റ് കൊടുക്കുന്നതും കുറെ സീൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും ചിലതൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട് നമുക്ക്. അപ്പൊ ഉടനെ ആരും പറയുന്നത് ഇവിടെ ഉള്ളവർക്ക് എന്താണ് ഈ പ്രശ്നം ഒന്നും അതിന് നൂറ് ഇങ്ങോട്ട് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നൂറാണ് ഇവിടെ ഉള്ളവരുടെ പ്രശ്നമാണ് കടി. അപ്പൊ ഉടനെ അക്ബർ അവിടെ ഇത് പലതരം കടികൾ ഉള്ളിവടയുണ്ട് പരിപ്പട ഉണ്ടായെന്നും പറഞ്ഞിട്ട് അവര് അങ്ങനെ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ അനുവിന്റെ ഭാഗത്ത് നിന്നൊക്കെ അക്ബറിനെയൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ടും ട്രിഗർ ചെയ്യുന്ന രീതിയിൽ വളരെ മോശമായിട്ട് പേഴ്സണൽ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവരും അത് ആ ഒരു സ്പിരിറ്റിൽ എടുക്കുക. അല്ലെങ്കിൽ നീ എന്തരീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ അവരും പോകുന്നില്ല. അവരാദ്യം അങ്ങനെ വഴക്കൂടായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല രീതിക്ക് ട്രിഗർ ചെയ്യാണ്, തിരിച്ചാക്കി വിടുക കളിയാക്കി വിടുക എന്ന രീതിയിലുള്ള ഇപ്പൊ കോർണറിങ് പറഞ്ഞിട്ട് ഇപ്പൊ കളിയാക്കലേ ഉള്ളൂ. അതെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരെയും കൊണ്ട് ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് ഒരു അതിഥിയുണ്ട്, നിങ്ങളൊരു പാട്ട് തയ്യാറാക്കി പോയി സ്വീകരിക്കുന്നു പറയുന്നു. അങ്ങനെ ഇവരൊക്കെ പാട്ട് എഴുതിക്കൊണ്ടുപോയി അവിടെ നിന്ന് ഇങ്ങനെ സ്വീകരിക്കുമ്പോഴത്തേക്ക് സ്പൈയൂട്ടൻ കയറി വരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു, ആളിങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലായിടും ചെക്ക് ചെയ്ത് കേട്ടോ. അതെ, ബിഗ് ബോസ് പറയുന്നുണ്ട് ഇവിടുത്തെ ശുചിത്വം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. ആദ്യം കിച്ചണിൽ പോയി ചെക്ക് ചെയ്തു, എന്നിട്ട് റൂമിലൊക്കെ പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ ആ ഒരു സമയം തന്നെ ഇപ്പുറം നമ്മളെ നെവിൻ നമ്മുടെ കൺഫെക്ഷൻ റൂമിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നെവിൻ എന്താണ് പറയാനുള്ളതെന്ന് നോക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ആ ഒരു വേർഡാണ് ഇത്രയും പ്രശ്നമായത്, ഞാൻ ഇനി അങ്ങനൊന്നും ചെയ്യില്ല ബിഗ് ബോസ്. ഞാൻ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എത്ര നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് എനിക്ക് കിട്ടിയത്, അതിന്റെ വാല്യൂ ഞാൻ അത് നശിപ്പിച്ചല്ലോ എന്ന് എനിക്ക് തോന്നിയത്. ഇനി മേലെ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ കളിക്കും, ഇനി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് വരെ ഞാൻ പോവില്ല, ഐ എം സോറി ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് ക്ഷമ ചോദിച്ചത് കൊണ്ടും തിരിച്ചു വരണമെന്ന് പറഞ്ഞത് കൊണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ മൊത്തത്തിൽ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, ബെഡ്റൂമിലും അതേപോലെ ഗാർഡൻ കിച്ചണിലെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. എണീറ്റ് നിന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു, നല്ല രീതിക്ക് എണീറ്റ് നിന്നിട്ടില്ലേ, നല്ല രീതിക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് സ്പൈക്കുട്ടനോട് ഇങ്ങനെ നമ്മുടെ കൺഫെക്ഷൻ റൂമിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവരും ഇതിന്റെ പുറകെ പോകുന്നുണ്ട്. അതിൽ അനു, ആദിൽ, നൂറ, അനീഷ് ഇവരിത്രയും പോയിട്ടില്ല, ബാക്കി എല്ലാരും പോകുന്നുണ്ട്. അല്ല, ശൈത്യ ഉണ്ടായിരുന്നു, പോകുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ നെവിൻ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇവരെല്ലാരും കൂടെ സന്തോഷത്തോടെ നെവിനെ വിളിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ നെവിനെ എല്ലാരെയും കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് നെവിൻ വന്നിട്ട് എവിടെ അതിൽ നൂറ് എവിടെ എനിക്ക് അതിൽ എന്ന് പറഞ്ഞിട്ട് അവരെ പോയി കെട്ടിപ്പിടിക്കുന്നു. എവിടെ എന്റെ അനുമോൾ എവിടെയെന്ന് പറഞ്ഞിട്ട് അനുമോളെയും പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പോയി. പക്ഷെ അതിൽ നൂറയ്ക്ക് ആ ഒരു സ്പിരിറ്റും ആണ് കേട്ടോ എടുത്തത്. ചിരിച്ച് ഒക്കെ അവര് കാര്യമായിട്ടിരുന്നു. അനുവിന്റെ മുഖത്ത് മാത്രമായിരുന്നു കുറച്ച് അയ്യോ ഇനി വന്നിട്ട് ഇനി എന്റെ നേരെ തുടങ്ങുന്നു. അത് അനു ഇത് പോയി കഴിയുമ്പോൾ പറഞ്ഞു ചെയ്തു എടി ഇനി അവരെന്നെ കൊല്ലൂടി എന്ന് പറയുമ്പോൾ അതിലെ പറയുന്നുണ്ട് നിന്നെ എന്ത് ചെയ്യാനാ, നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ കാരണം ആണല്ലോ പോയത്. പിന്നെ ഇതൊരു ഗെയിമാണ്, ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുത്താൽ മതി. ഗെയിമിൽ നമ്മൾ പ്രവോക്ക് ചെയ്തു, നമ്മൾ പറഞ്ഞു, അവൻ പോയി. അപ്പോ ആ ഒരു പാർട്ട് ഓഫ് ഗെയിം. ഒരു കാര്യമില്ലേ, നെവിൻ പോയത് ആദ്യം എന്ന് ട്രിഗർ ചെയ്തിട്ടാണ്. പക്ഷെ അനു എപ്പോഴും നെവിൻ പോയത് ഞാൻ കാരണമാണല്ലോ എന്ന രീതി ആക്കാൻ ശ്രമിക്കുന്നു. അതെ ആദ്യം നൂറ് ലൈവിൽ പോലും നൂറെണ്ണം പറയുന്നുണ്ട് നീ കാരണം അല്ല പോയെന്ന് പറയുമ്പോഴും അനു അത് കേൾക്കാതെ ഞാൻ കാരണമാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ.
അതെന്താ കൂടുതൽ ആൾക്കാർ ഇനി കോൺട്ര ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇനി അനുവിന്റെ ഗെയിമാണോ എന്ന് അറിയത്തില്ല നമുക്ക്. അപ്പൊ അവരെ ട്രിഗർ ചെയ്തോണ്ടെന്ന് നന്നായിട്ട് അറിയാം, എന്നിട്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ നെവിൻ ക്യാമറയിലൂടെ നോക്കി പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ ലൈഫ് മൊത്തം എനിക്ക് കരഞ്ഞുകൊണ്ടിരുന്നേനെ ഇനി ഞാന് പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കും, പിന്നെ പറഞ്ഞു വിടാതെ ഞാനിനി പോവില്ല, ഞാനിനി ടാസ്കിലൂടെ പുറത്തു പോവാതെ ഞാൻ പോവില്ല, നന്നായിട്ട് കളിക്കും എന്നൊക്കെ പറഞ്ഞ് നെവിൻ പറയുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷമാണ് നമ്മുടെ അപ്പാനി ശരത്തും അതേപോലെ തന്നെ അക്ബറും കൂടി ലിവിംഗ് റൂമിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അതായത് നെവിൻ തിരിച്ചു വന്നത് ഷാനവാസിന് അത്ര മുഖത്ത് തെളിച്ചമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് അക്ബറാണ് പറയുന്നത്. അപ്പം അപ്പാനി ആണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അക്ബർ പറയുന്നത്, എനിക്കിവിടെ ആരെയും വിശ്വാസം ഇല്ലടാ, എനിക്ക് ഇവിടെ അപ്പാനിയെ മാത്രമേ വിശ്വാസമേ ഉള്ളൂ. അതേപോലെ തന്നെ അപ്പാനി പറയുന്നുണ്ട്, അഥവാ എന്തെങ്കിലും എനിക്കും അത് തന്നെ, അഥവാ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് പറഞ്ഞിട്ട് ചെയ്യണേ എന്നിങ്ങനെ അപ്പാനി പറയുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നെവിനും ബിന്നിയും ഇവരെല്ലാരും കൂടെ ബെഡ്റൂമിൽ നിന്ന് സംസാരിക്കുമ്പോ നെവിൻ പറയുന്നുണ്ട്, എനിക്ക് ആദിലെയും നൂറയ്ക്കും എന്തായിരിക്കും പ്രശ്നമെന്ന് നമ്മുടെ ശരത്തും അക്ബറും ഒക്കെ നെവിന്റെ അടുത്ത് ചോദിക്കുന്നു. കാരണം പോവാൻ വേണ്ടി ഇത്രയും നേരം പ്രവോക്ക് ചെയ്ത്. അപ്പം നെവിൻ പറയുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല അവരെന്തിനാ എത്രത്തോളം പറഞ്ഞെന്ന്, ചിലപ്പോൾ അത് അവരുടെ ഗെയിം ആയിരിക്കും, ഞാനത് വിട്ടു, എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല, അവരവരുടെ ഗെയിം കളിച്ചു, ഞാൻ എന്റെ ഗെയിം കളിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബിന്നി ഉടനെ പറയുന്നുണ്ട്, അവര് പറയുന്നുണ്ടായിരുന്നു നീ അവരെ പിരിക്കാൻ നോക്കി, രണ്ടാക്കി, പിന്നെ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് വന്നതാന്നൊക്കെ പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്തതിനാണ് അവരിവിടെ നിൽക്കുന്നത്, അത് മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ നമ്മുടെ നെവിൻ പറയുന്നുണ്ട്, ഞാനത് തമാശ രീതിയിലാണ് പറഞ്ഞത്, നിങ്ങളെ ഞാൻ പിരിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞത്, ഞാനാ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുത്തത് അവരുടെ തെറ്റാണ്. പിന്നെ എന്നെ പറഞ്ഞു വിടുമ്പോ എന്തെങ്കിലും ഒരു റീസൺ പറയണമല്ലോ, ചിലപ്പോ അതിന്റെ പേരിൽ പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഒരു കോൺവെർസേഷൻ അവിടെ നിന്ന്. അപ്പം ഇവരും പറഞ്ഞില്ല, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചോദിച്ചെന്നുള്ളൂ, കാരണം അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ചോദിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് അവിടെ കഴിഞ്ഞു കേട്ടോ. അതെ ഇത് നമുക്ക് വ്യൂവേഴ്സിനും അറിയത്തില്ല ഇതിന്റെ സംഭവം എന്തുവാന്ന്. ഇത് ഇത്രയും ടോപ്പിക്ക്, ഇത്രയും സംസാരം, ഇത്രയും വിഷയം നടന്ന സ്ഥിതിക്ക് അതൊരു ക്ലിപ്പായിട്ട് കാണിക്കുന്നത് നന്നായിരിക്കും ഇല്ലേ? അതിപ്പം മനസ്സിലാവും. ഇപ്പൊ നെവിൻ തമാശക്കാണ് പറഞ്ഞെങ്കിൽ നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ, ചിരിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം തമാശക്കാണ്, അല്ല കാര്യമായിട്ടാണ് പറയുന്നത്. പിന്നെ ചില നെവിന്റെ സംസാരം കാര്യമായിട്ടാണോ തമാശക്കാണോ പറയുന്നത് നമുക്കറിയത്തില്ല. അപ്പോഴാണ് നമ്മുടെ അനുമോള് അക്ബറിന്റെ നമ്മുടെ അപ്പാനി ശരത്തിന്റെ ഒക്കെ മുമ്പിൽ കൂടെ പോകുന്നത്. ഇവര് ഈ ഒരു ഗ്യാങ് ആണല്ലോ, അവരും ബിന്നിയും ഇവരൊക്കെ ഒരു ഗ്യാങ് ആയിട്ട് ഇരിക്കുക എപ്പോഴും. ഇപ്പം അങ്ങനെ പോകുമ്പോ അക്ബർ പാടുന്നുണ്ട് ഒരു പാരഡി സോങ് ആണ്, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. കൂടെ ആദിലും നൂറയും അവിടെ ഉണ്ട്, അനു ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ കേക്കാണ് പാടുന്നത്. സന്തോഷം പോയല്ലോ അനുമോളേ, ലിങ്ങായി പോയല്ലോ, ആദിലും നൂറയും തല തിരിഞ്ഞു പോയല്ലോ, നാണം കെട്ട് നാറിയല്ലോ. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു ആ പാട്ട്. നമ്മുടെ അക്ബർ ഇതാണൊക്കെയുള്ള പാരഡിയൊക്കെ നല്ല രീതിക്ക് പാടുന്നുണ്ട് കേട്ടോ, കൊത്തേണ്ട രീതിക്ക് കൊത്തുകയും ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നൂറ് വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളല്ലല്ലോ ഇറങ്ങിപ്പോയ ആളാണ് നാണം കെട്ടത്, ഞങ്ങളെ നാണം കെട്ടിട്ടൊന്നുമില്ല, ഞങ്ങളുടെ ഗെയിമാണ് ഞങ്ങൾ കളിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് എന്നിട്ട് ഈ ആദിലും നൂറയും പോയി വെളിയേലി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ അടുത്തൊന്ന് മാറി എന്നിട്ട് നൂറ് പറയുന്നത്, നമ്മളെന്താ ഇവിടെ തുണിയിൽ, ആദില പറയുന്നുണ്ട്, നമ്മളെന്താ ഇവിടെ തുണിയില്ല നിൽക്കാണോ, നമ്മള് നാറി എന്നൊക്കെ പറയാൻ, നമ്മൾ ചമ്മി എന്നൊക്കെ പറയാനായിട്ട്. അപ്പം നൂറ് പറയുന്നുണ്ട്, അത് നമ്മളല്ലല്ലോ, അവരല്ലേ ചമ്മിയത്, അയാളല്ലേ നാണം കെട്ട് പോയിട്ട് തിരിച്ചു കയറി വന്നാൽ, നമ്മൾ നമ്മുടെ ഗെയിമല്ലേ കളിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവര് ഇത് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവർക്കൊരു ചമ്മലുണ്ട് കേട്ടോ മൊത്തത്തിൽ. അതാണ് ഈ പറയുന്നത്, അവർക്ക് അവരുടെ മുമ്പിൽ കാണിക്കാത്തതാണ്, പക്ഷെ ഇവര് തമ്മിൽ സംസാരിക്കുമ്പോൾ നല്ല മനസ്സിലാവുന്നുണ്ട് നമുക്ക്. അതെ, അതേപോലെ അനുവിനും ഉണ്ട് കേട്ടോ, ഈ പോയിട്ട് തിരിച്ചു വന്നതിൽ ഒരു ചമ്മല്. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, അതിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഡ്യൂട്ടി ചെയ്യുന്നില്ലെന്ന് അനീഷ് പറഞ്ഞു, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അവിടെ വെച്ചോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ പറയുന്നുണ്ട്, അതാണോ നമ്മുടെ ഷാനവാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഷാനവാസ് അവിടെ പാത്രമൊക്കെ കഴുകൊണ്ടിരിക്കുക അനീഷ് ചെയ്യണ്ട കേട്ടോ. അപ്പൊ അനീഷ് ഡ്യൂട്ടി ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഷാനവാസ് പറയുന്നത് സ്റ്റേജിലേക്ക് കുത്തിനെ പിടിച്ച് ചെയ്യിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ അവിടെ. അതിൽ വീണ്ടും ചോദിക്കുന്നുണ്ട്, പിന്നെ അനീഷ് ഇനി ഒന്നും മിണ്ടത്തില്ല, ഇനി തേരാപ്പാര അങ്ങോട്ട് കിട്ടും നടക്കും. അനീഷിന് ഉത്തരം മുട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു 15-30 മിനിറ്റത്തേക്ക് പിന്നെ നോക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ട് വാടച്ചു വെച്ചേക്ക് കണക്ക് ഒരു നടത്തുക. അതെ. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്നത് അല്ലേ? ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ സജീവമായി പ്രവർത്തിച്ച ഒരാളെയാണ് തെരഞ്ഞെടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പൊ അതിൽ അനീഷ് വന്നിട്ട് ബിന്നിയും നെവിനെയും പറയുന്നുണ്ട്, ബിന്നി ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്ത്, നമ്മളും കണ്ടതാണ് അത്രയും ടഫ് ആയിട്ടുള്ള ഒരു ടാസ്ക്, മറ്റേ നട്ട്സ് അടുക്കി വെക്കുന്നത്. അതായത് ഇവര് പറയുന്നത് നമ്മുടെ ഇന്നലെ രാത്രി നടന്ന ആ ഒരു ടാസ്ക് ബേസ് ചെയ്തിട്ടാണ് ഇവര് പറയുന്നത് കേട്ടോ. അതെ. പിന്നെ നെവിനെ പറഞ്ഞേക്കുന്നത് ടാസ്കില് ക്യാരക്ടർ ആക്റ്റീവായിട്ടാണ് നിന്നെ എന്നുള്ള രീതിയിലാണ് നെവിനെ പറഞ്ഞേക്കുന്നത്.
പിന്നെ ഒനിയല് വന്ന് പറഞ്ഞേക്കുന്നത് നെവിനെയും ബിന്നിയാണ്. ഇത് സെയിം തന്നെയാണ്, സെയിം ഇത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഷാനവാസ് വന്ന് പറഞ്ഞേക്കുന്നത് നെവിനെയും രണയാണ്, രണ ഫാത്തിമേനെയാണ് ടാസ്കിൽ ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അഭിലാഷ് വന്നിട്ട് നെവിനെയും അനീഷിനെയാണ് പറയുന്നത്. സെയിം ഇത് തന്നെ പറഞ്ഞേക്കുന്നത്. അനീഷിനെ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാല് സ്വേച്ഛാധിപതി ടാസ്കിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്ത് എന്ന രീതിയിലാണ് അനീഷിനെ പറഞ്ഞേക്കുന്നത്. അടുത്ത ശൈത്യ വന്നിട്ടാണ് നെവിനെയും അഭിലാഷിനെയും പറഞ്ഞിട്ടുണ്ട്. അഭിലാഷിനെ പറഞ്ഞേക്കുന്നതിന് അടുത്ത സ്വേച്ഛാധിപതി ആവാൻ കട്ടയ്ക്ക് ടാസ്ക് ചെയ്ത് അല്ലെ കൂടെ നിന്നു എന്ന രീതിയിലാണ് അഭിലാഷിനെ പറഞ്ഞേക്കുന്നത്. അതിനുശേഷം വന്നേക്കുന്നത് അനു ആണ്. അത് രേണുവിനെയും ഒനിയലിനെയും പറഞ്ഞേക്കുന്നത്. രേണുവിനെ എന്തിനാ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അഭിപ്രായം പറയാൻ സ്പേസ് ഇതുവരെ ആരും കൊടുത്തിട്ടില്ല, അപ്പൊ ഒന്ന് കൊടുത്തു നോക്കണോ? ഇവിടെ ആർക്കും കൊടുക്കുന്നില്ല, അവരായിട്ട് അങ്ങ് എടുക്കുക ചെയ്യുന്നത്. അപ്പൊ പിന്നെ അത് എനിക്ക് ഇതായിട്ട് തോന്നിയില്ല. അപ്പൊ ഒനിയലിനെ ക്യാപ്റ്റനായി കാണണം എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് രണ്ടും ചെയ്തത് അത്ര ഇതായിട്ട് തോന്നിയില്ല. ആദ്യം വന്നിട്ട് ഒനിയലിനെയും രണ ഫാത്തിമയാണ് പറഞ്ഞേക്കുന്നത്. അത് രണ ഫാത്തിമ പറഞ്ഞ ഗ്രൂപ്പിലൊക്കെ ഇറങ്ങി കളിക്കുന്നു എന്ന രീതിയിലാണ് ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി കളിക്കട്ടെ ഒന്നും. ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി കളിക്കട്ടെ എന്ന്. ശരി ശരി ശരി, ഗ്രൂപ്പിൽ ഇരിക്കുമല്ലേ, അതായിരിക്കും ഉദ്ദേശം. നൂറ പറഞ്ഞേക്കുന്നത് ഒനിയലിനെയും അക്ബറിനെയാണ് ഗ്രൂപ്പ് വിട്ടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അക്ബറിനെ പറഞ്ഞേക്കുന്നത്. അതേപോലെ രേണു പറഞ്ഞേക്കുന്നത് ഒനിയലിനെ അഭിലാഷിനെയാണ്. പിന്നെ അതേപോലെ തന്നെ രണ ഫാത്തിമ വന്നിട്ട് ബിന്നിയും നെവിനെയും, അക്ബർ ബിന്നി രണ ഫാത്തിമ, ബിന്നി വന്നിട്ട് നെവിൻ രണ ഫാത്തിമ, ആര്യം വന്നിട്ട് രണ ഫാത്തിമ ബിന്നി, ഗിസേൽ വന്നിട്ട് നെവിൻ രണ ഫാത്തിമ, നെവിൻ വന്നിട്ട് ബിന്നി രണ ഫാത്തിമ, ശരത്ത് വന്നിട്ട് രണ ഫാത്തിമ ബിന്നി. അപ്പൊ ഇതിലെല്ലാം കൂടി സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണയും ബിന്നിയും നെവിനെയാണ്, 3 പേരെയാണ് സെലക്ട് ചെയ്തത് ക്യാപ്റ്റൻസി ടാസ്കില്. പിന്നെ ഇതില് രണ ഫാത്തിമ ടാസ്ക് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ടാസ്ക് കേട്ടോ. ബിന്നിയും ടാസ്ക് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്, നെവിനും നല്ല രീതിക്ക് ടാസ്ക് ചെയ്യുന്നു. പിന്നെ ഇത് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇവര് ഓൾറെഡി ഡിസ്കസും ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ വേറൊരു ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അതില് പറയുന്നുണ്ട് എനിക്കൊക്കെ ക്യാപ്റ്റൻ ആവാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേണു പറയുന്നു എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവരാക്കില്ലെന്ന്. എന്ത് ചെയ്തിട്ട്? അല്ല, ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ ചെയ്തൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞല്ലോ. അത് ആഗ്രഹമുണ്ട്, ആക്കില്ല എന്ന് പറയുന്നത്. ചുമ്മാ ആക്കണമെന്ന്. ഇപ്പം ഉനിയിലൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നില്ല, അതുപോലെ രേണുവിനും കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയണം, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ അനു പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഒരിക്കലും ക്യാപ്റ്റൻ ആവില്ലെന്ന് എനിക്കറിയാം, ഇവരെന്നെ ആക്കത്തില്ല. അഥവാ ഞാൻ ക്യാപ്റ്റൻ ആവണമെങ്കിൽ ഇവരോടൊക്കെ സ്നേഹമായിട്ടൊക്കെ പോയി നിന്ന് ചിരിച്ചൊക്കെ മിണ്ടിയാലേ ഞാൻ ആവത്തുള്ളൂ. അപ്പം നൂറ് പറഞ്ഞത് അങ്ങനെ ഗ്രൂപ്പിൽ പോയി പെട്ടിട്ട് അങ്ങനെ ക്യാപ്റ്റൻ ആവാനൊന്നും നിൽക്കേണ്ടത്. ടാസ്ക് ചെയ്തിട്ടുണ്ട് ഇവര്, പക്ഷെ ഇവര് ഓൾറെഡി ഗ്രൂപ്പിൽ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്ന് തൊട്ടേ ഇവരെ ഈ അക്ബറും ടീമും എല്ലാം നോമിനേഷൻ ആണെങ്കിലും ക്യാപ്റ്റൻസി ആണെങ്കിലും അവരുടെ ആൾക്കാർ വരാൻ വേണ്ടി നല്ല രീതിക്ക് അവർ ചെയ്യുന്നുണ്ട്. അതും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യനും അക്ബറും കൂടെ പുറത്തിരുന്ന് നമ്മുടെ ആര്യൻ പറയുന്നുണ്ട്. അപ്പം ഒനിയലിനെ സ്വന്തം ടീമിലുള്ള ഷാനവാസ് പോലും വോട്ട് ചെയ്തിട്ടില്ല ക്യാപ്റ്റൻസിക്ക്. ഒനിയൽ ക്യാപ്റ്റൻ ആവണമെന്നും പറഞ്ഞ ഒനിയലിന് ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒനിയൽ ഇങ്ങനെ നോക്കി ഇവര് ചെയ്യാത്തില്ല, അത് ഷാനവാസ് ഒന്നും ചെയ്തില്ല. അത് കാര്യം എന്ന് പറഞ്ഞാൽ അവര് ഗ്രൂപ്പായിട്ട് 3 പേര് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂ എല്ലാം കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പം അത് ഗ്രൂപ്പായിട്ട് നമുക്ക് അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമുക്കാണെങ്കിലും ഗ്രൂപ്പാണ് എന്ന് പറയാനും പറ്റത്തില്ല. അവരൊരു പ്രശ്നത്തിൽ അവര് ഒറ്റയ്ക്കാണ് നേരിടുന്നതും അതേപോലെ തന്നെ ഒരു കാര്യങ്ങൾ പറയുന്നതും ഒറ്റയ്ക്ക് തന്നെ. അതുകൊണ്ടാണ് അത് അവരെന്നെ പറഞ്ഞത് ഗ്രൂപ്പ് അല്ലെന്ന്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജയിൽ നോമിനേഷൻ നടക്കുന്നുണ്ട്. ജയിൽ നോമിനേഷൻ നടന്നത് നമ്മൾ കാണിച്ചാലും മിക്കവാറും പ്ലസിലായിരിക്കും കാണിക്കുന്നത്. അപ്പൊ 10 വോട്ടോട് കൂടി അനീഷും 11 വോട്ടോട് കൂടി അനു ആണ് കേട്ടോ ജയിലിലേക്ക് പോകാനായിട്ട് നോമിനേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യൻ ഈ ഒരു നോമിനേഷൻ ഇടയിൽ ലൈവില് കാണിക്കുന്നുണ്ടായിരുന്നു. ശൈത്യ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ഗിസയിൽ ഇടിയേറ്റെന്ന് ഇന്നലെ അവരെ വിളിച്ചു. ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിട്ട് ഹ്യൂമാനിറ്റി കാണിക്കത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ശൈത്യ അവിടെ ഒരു വലിയായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനെ കളിയാക്കിയിട്ടാണ് ജയിൽ നോമിനേഷൻ കഴിയുമ്പോഴത്തേക്ക് ആര്യൻ വന്നിട്ട് ബെഡ്റൂമിൽ നമ്മുടെ അക്ബറിനോടും ഗിസൈലിനോടും നെവിനോടൊക്കെ പറയുന്നുണ്ട്. ശൈത്യ ചിരിക്കുകയാണോ കരയാണോ എന്ന് പോലും മനസ്സിലാവത്തില്ല, എല്ലാം ഇത്തിരി ഓവർ എക്സാജുറേറ്റ് ആയി കാണിക്കും എന്നാണ് നമ്മുടെ ആര്യൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് ഗിസയിൽ വന്നിട്ട് നെവിനോട് ചോദിക്കും ഞാൻ ഇന്നലെ നിന്നോട് എന്താ പറഞ്ഞെന്ന് ചോദിച്ചപ്പം നെവിൻ പറഞ്ഞിട്ട് ഫുഡ് നമ്മൾ കറക്റ്റ് ആക്കി എല്ലാവർക്കും ഒരേപോലെ ഈക്വൽ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഗിസലും ഞാൻ അങ്ങനല്ലേ പറഞ്ഞെന്ന്. അതായത് ശൈത്യ എങ്ങനെ ഫുഡ് എടുത്തതിനങ്ങാണ്ട് എന്തോ പ്രശ്നം അല്ലേ, അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞത്, അങ്ങനെ എന്തോ. അപ്പോ അനുവും ശൈത്യയും ആദിലും നൂറയും കൂടെ ഇവിടെ നമ്മുടെ ലിവിംഗ് റൂമിൽ
ആ ഒരു സോഫയിൽ ഇരുന്നിട്ട് ഇവർ തമ്മിൽ സംസാരിക്കണ്ട. അപ്പൊ അനു പറയുന്നുണ്ട് ഗിസയിൽ എന്ത് തെറ്റ് ചെയ്താലും അവരാരും അത് ചൂണ്ടിക്കാണിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് മൈക്ക് ഇങ്ങനെ താഴെ ഇട്ടിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ശൈത്യ പറഞ്ഞത് നീ എന്ത് വേണമെങ്കിലും പറ, പക്ഷെ മൈക്ക് നേരെ ഇട്ടിട്ട് പറഞ്ഞാൽ മതി, മൈക്ക് ഊരി വെക്കണ്ട, ഇനി ബിഗ് ബോസ് വല്ല അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർക്ക് ചിരിക്കാനുള്ളതായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ അല്ല, അത് അനുവിന് അത് ആ കാര്യം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിട്ടാ തോന്നിയത്. ബാക്കി പറ. അപ്പോഴത്തേക്ക് നമ്മുടെ അനു പറയുന്നുണ്ട് നിങ്ങള് 3 പേര് ഒഴിച്ച് വേറെ ആർക്കും എന്നെ ഇഷ്ടമൊന്നും അല്ല ഇവിടെ, അപ്പൊ നിങ്ങൾ 3 പേർക്ക് മാത്രം ഞാൻ ഇവിടെ നിൽക്കണമെന്നുള്ളൂ, ബാക്കി അവർക്കൊക്കെ ഞാൻ ഇവിടുന്ന് പോകണമെന്നാ. അപ്പോഴത്തേക്ക് ആദില പറയുന്നു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് നീ, അപ്പൊ സ്ട്രോങ് കണ്ടസ്റ്റന്റ് നിൽക്കേണ്ട ഇഷ്ടമല്ലല്ലോ ആർക്കും എന്നല്ലേ അവര് കരുതത്തോളം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അനു വന്നിട്ട് ഞാൻ പൊക്കോട്ടിടി, ഞാൻ അങ്ങ് പോട്ടെ ഇടി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബിഗ് ബോസ് അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നു അനു മൈക്ക് കറക്റ്റ് ആയിട്ട് ഇടുക എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്നു. ഉടനെ നമ്മുടെ സെയിം ഈ ശൈത്യ പറഞ്ഞതുപോലെ അവരെല്ലാം അവിടെ നിന്ന് നോക്കിയിരുന്ന് ചിരിച്ച് കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ശൈത്യ പറഞ്ഞു എത്ര ടൈം പറഞ്ഞതാടി നിന്നോട് മൈക്ക് ഇടുന്നത്, ഇനി മേലെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മൈക്ക് ഇട്ട് പറഞ്ഞാൽ മതി, ഇവിടെ ഒരു കാര്യവും മൈക്ക് ഇല്ലാതെ സംസാരിക്കാൻ പറ്റത്തില്ല, ഇവിടെ ഒരു കാര്യം അങ്ങനെ സംസാരിക്കേണ്ട കാര്യവും ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ. അതെ, അതായത് അനു അവിടെ കുറച്ച് കാര്യങ്ങൾ വെളിയിലോട്ട് എത്തിക്കാൻ വേണ്ടി സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. മൈക്ക് മാറ്റിയിട്ടാണെങ്കിലും, മൈക്ക് ചെറുതായിട്ട് മാറ്റി ഇവിടെ ഇട്ടാണെങ്കിലും ഒരുവിധം വർഷത്തിലാണ് പറഞ്ഞത്, അത് വെളിയിൽ പോവുകയും ചെയ്യുമെന്ന് എല്ലാവർക്കും ഊഹിക്കാന്നേ ഉള്ളൂ. അപ്പൊ അത് ഇച്ചിരി ക്രിയേറ്റ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിന്നി വന്നിട്ട് വീണ്ടും നെവിനോട് പറയുന്നുണ്ട് അവരിവിടെ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് വന്നേന്ന് പറയുന്നുണ്ട്, അവരിവിടെ നിന്നാ മതി, അവരല്ലാതെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വേണമെന്ന് സംസാരിക്കേണ്ട, അവർ തന്നെ ഒരു എക്സാമ്പിളാണെന്നുള്ള രീതി പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് നെവിന്റെ അടുത്ത്. അപ്പോഴത്തേക്ക് ശരത്ത് വന്നിങ്ങനെ വിഷമിച്ചിട്ട് നെവിന്റെ അടുത്ത് പറയുന്നുണ്ട് എടാ ഞാൻ ഇന്നലെ എന്റെ കൈ കൊണ്ടാടാ ഇവർക്ക് 2 പേർക്കും വാരി കൊടുത്തത്, എന്നിട്ട് അവർ എത്ര പെട്ടെന്നാ മാറിയെന്നറിയാവോ, ഇന്ന് നിന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അത് പോട്ടെ ഇത് പേഴ്സണൽ ആവുമെങ്കിലും അവന്റെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുമെന്ന് പറഞ്ഞപ്പോ എടാ നീ എന്നൊക്കെ അവരെന്നെ വിളിച്ചിട്ട്, അപ്പൊ ഇവിടെ ഒരുത്തിയാണ് ഞാൻ ഇനി വിശ്വസിക്കത്തില്ല, എന്റെ മക്കളെ പോലെ ഞാൻ കണ്ടത്, ഇനി വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ശരത്ത് പറയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോ ശരത്ത് ഒറിജിനൽ ആയിട്ട് അത് പറയുന്നത് കേട്ടോ, അല്ലാതെ ഗെയിം ഒന്നുമല്ല അല്ലേ? അത് ഒറിജിനൽ ആയിട്ടാ, ശരത്ത് ഒറിജിനൽ തന്നെയാ. കാര്യം പുള്ളിക്കാരൻ അങ്ങനെ ഹൈഡ് ചെയ്തൊന്നും വെക്കുന്നില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നല്ല ദേഷിക്കും, ചീത്ത വിളിക്കാൻ തോന്നിയാൽ ചീത്ത വിളിക്കും, വഴക്കിടാൻ തോന്നിയാൽ വഴക്കിടും, സന്തോഷിക്കാൻ തോന്നിയാൽ സന്തോഷിക്കും. ആ രീതിയാ പുള്ളിക്കാരൻ, അത് പക്കയാണ് ആള്. പിന്നെ ശരത്തും നമ്മുടെ ആദിലയും അനുവും കൂടെ അവിടെ ഫ്രണ്ടിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോഴത്തേക്ക് ശരത്ത് വന്ന് ആദിലയുടെ അതിന് ഗ്ലാസ് വാങ്ങുന്നുണ്ട് കേട്ടോ. ചായ കുടിച്ചോ മതിയോ എന്ന് നോക്കുമ്പോഴത്തേക്ക് ആദില പറഞ്ഞു അതായത് കഴുകി വെക്കണേ നന്നായിട്ട്, ഇനിയിപ്പം അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പീസും അക്ബർ ഇക്കയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഒരു കോഫി ഇട്ട് തരാൻ പറ്റുമോ, റെന ട്രൗസർ വള്ളി പൊരിച്ചത് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, ട്രൗസർ വള്ളി പൊരിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വേറൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒണിയലും ഷാനവാസും നമ്മുടെ അഭിലാഷും കൂടി ഇരുന്ന് സംസാരിക്കുന്നത്. പ്ലാനിങ് അതായത് എന്ന് പറഞ്ഞാൽ ഇവര് 2 ഗ്രൂപ്പാണല്ലോ. അപ്പൊ നോമിനേഷന് വരുമ്പോ ഇവർ 8 പേരുണ്ട്, അവർ 8 പേരുണ്ട്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ നോമിനേറ്റ് ചെയ്ത് നമ്മൾ ഒണിയൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ആദിൽ, നൂറ, അനു, ശൈത്യ, രേണു ഇവർ ഇത്രയും ഒരു ടീമും, അക്ബർ, റെന, ഫാത്തിമ, ഗിസയിൽ, ആര്യൻ, ബിന്നി, പിന്നെ അതേപോലെ ശരത്ത്, ഇത്രയും ഒരു ടീമായിട്ട് നിൽക്കുക. അപ്പൊ നമ്മള് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ ആ ഒരു ഗേൾസ് ആദിൽ, നൂറ, അനു ടീമിന്റെ കൂടെ പോയി നിന്ന ഇവിടെ ഹിറ്റ് അവിടെ ഹിറ്റാവും. അപ്പൊ നമ്മൾ കുത്തേണ്ട സമയത്ത് അങ്ങ് കുത്തി നോമിനേറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും പ്ലാൻ ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഇപ്പൊ അടിക്കാൻ നല്ല ചാൻസാ, കിട്ടിയ സമയത്ത് നമ്മൾ അടിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒണിയൽ പറയുന്നുണ്ട് ലാസ്റ്റ് അവന്മാര് ശശിയാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒണിയലും പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് ചായ സൽക്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടുകട പോലെയൊക്കെ ഇട്ടിട്ട് ഒരു ചേട്ടൻ വന്നിരുന്ന് അവിടെ ചായ കൊടുക്കുന്നു, വടയും എന്തൊക്കെയോ പൊരിപ്പുകളൊക്കെ ഉണ്ട്. അത് ഒരു നൊസ്റ്റുമായിരുന്നു, അത് അവർക്ക് ഒരു ഇതായിരിക്കും. അതെ, ഓക്കെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്പോൺസർ ടാസ്ക് ആയിരുന്നു കേട്ടോ പിന്നീട് ഉണ്ടായിരുന്നത്. അതെ, സ്പോൺസർ ടാസ്ക് ആയിരുന്നു. അത് എന്ന് പറയുന്നത് നമ്മുടെ ഉജാലയുടെ ഒരു യങ് ആൻഡ് ഫ്രഷ് പൂക്കളം ചലഞ്ച് ആയിരുന്നു കേട്ടോ. ഇതില് ടീം എ ഓറ, ടീം ബി ബ്ലിസ്, ഇതിത്രയാണ്. ഈ 2 ടീം. 6 പേരടങ്ങുന്ന 2 ടീമാണ്. അതേപോലെ 4 പേരടങ്ങുന്നതാണ് ജഡ്ജസ്. അതില് ഇത് വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ബോട്ടിൽസ് കണ്ടുപിടിക്കണം, അതിന് ക്ലൂ കൊടുക്കുമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ആ ബോട്ടിൽസ് വെച്ചിട്ടാണ് അത്തപ്പൂക്കൾ ഇടേണ്ടത്. അത് ഡെക്കറേഷൻ തന്നെ, പൂ അല്ലാതെ ഉണ്ട്. അതിനകത്ത് ഈ നമ്മുടെ ഈ ബോട്ടിലും കൂടി വെച്ചിട്ട് ഇച്ചിരി ഡെക്കറേഷൻ ചെയ്ത് എടുക്കണം. അത് നല്ല രീതിക്ക് വെക്കുന്നവരായിരിക്കും വിജയിക്കുന്നത്.
ടീം എ ഓറ എന്ന് പറയുന്നത് ഒനിയൽ, ശൈത്യ, അനു, ഗിസേൽ, ആദിൽ, രണ, ഫാത്തിമ. ടീം ബി എന്ന് പറയുന്നത് ബ്ലിസ്, ആര്യൻ, അഭിലാഷ, അക്ബർ, അപ്പാനി, നെവിൻ, ബിന്നി. ഇവർ ഇത്രയും പേരാണ് ടീം ബ്ലിസ്. ജഡ്ജസ് ആയിട്ട് അനീഷ്, നോറ, ഷാനവാസ്, രേണു ആയിരുന്നു. അപ്പം രണ്ടുപേരും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ആ ക്ലൂ ഉണ്ടായിരുന്നു, ആ ക്ലൂവും കണ്ടുപിടിച്ച് ബോട്ടിലൊക്കെ എടുത്തു വെച്ച് നല്ല രീതിക്കാണ് ചെയ്തില്ല. അതിൽ ടീം ബി ബ്ലിസ് ആണ് വിന്നേഴ്സ് ആയിട്ട് അവര് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ജയിലിലേക്ക് നമ്മുടെ അനു, അനീഷ് പോവുകയാണ്. അപ്പം അനു പറയുന്നുണ്ട് വീണ്ടും ഞാൻ ജയിലിലേക്ക് എന്ന് പോയി. അവര് രണ്ടുപേരും അപ്പാനി കയറ്റുന്നുണ്ട് ജയിലിലേക്ക്. അപ്പോഴ അക്ബർ പറയുന്നുണ്ട് എന്തിന് പര്യായം, കൂതറയ്ക്ക് പര്യായം വേറെ ഉണ്ട് അനുമോളെ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ പാടി അനുവിന് നല്ല രീതിക്ക് ചൊറിയുന്നുണ്ട്. കിട്ടുന്ന അവസരമൊക്കെ രേണു ഫാത്തിമയും അക്ബറും അപ്പാനിയും എല്ലാം നല്ല രീതിക്ക് ചൊറിയുന്നുണ്ട്. രേണു ഫാത്തിമ അതെ ചൊറിയുന്നത്, ആളെ അനുകരിക്കുന്നത് അനുവിനെ കേട്ടാ. അപ്പൊ അങ്ങനെ ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അയ്യോ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയെ. റെന ഫാത്തിമ എന്തോ ഒരു ബാഡ് വേർഡ് അനുവിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതായത് കിച്ചണിൽ മുന്നേ നിന്ന സമയത്ത്. അപ്പൊ ബിന്നിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്ന് പറയുമ്പോ റെന ഫാത്തിമ കേൾക്കുന്നില്ല. അത് പക്ഷെ റെന ഫാത്തിമ അനു കേട്ടായിരുന്നു, മുഖത്ത് നോക്കിയാ പറഞ്ഞത്. പക്ഷെ അനു അത് മൈൻഡ് ചെയ്തില്ല. കാര്യം അനു ഇതിന്റെ രാവിലെ തൊട്ട് അവസാനം രാത്രി വരെ പ്രായിക്കൊണ്ടിരിക്കുന്നത് അനുവിന് ഇതൊക്കെ എന്ത്. അങ്ങനെ ജയിൽ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ജയിൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേലു വല്ലു അഴിച്ചുവിട് പ്ലീസ് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് നമ്മുടെ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് ജയിൽ ഫുള്ള് ഒട്ടിച്ചു വെക്കണമെന്നാണ്. കുറെ സ്റ്റിക്കി നോട്ട് കൊടുത്തിട്ടുണ്ട്. അത് തീരുന്നവരെ അത് ഒട്ടിച്ചു വെക്കണം, എഴുതി. അത് ഒന്ന് ഒട്ടിച്ചു വെച്ചതിന് ശേഷം അടുത്ത് എഴുതാനും പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് ജയിൽ ടാസ്ക്. വലിയ കുഴപ്പമൊന്നുമില്ലേ അല്ലേ, സിമ്പിൾ. അപ്പൊ ഇവിടെ അനീഷ് ഇരുന്ന് ഇത് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പൊ ഷാനവാസ് വന്ന് താഴേന്ന് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഇനി തെറി വിളിക്കില്ല, ആരെയും മനസ്സ് വിഷമിപ്പിക്കില്ല, ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഞാൻ ഇനി നടത്തില്ല. അപ്പം അനീഷ് പറഞ്ഞു നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടൂടാ, നീ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടേ പോവും എന്ന് പറഞ്ഞ ചുമ്മാ ഇങ്ങനെ ഷാനവാസും അനീഷും തമ്മിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോകുമ്പോ ഭയങ്കര വൈറലാണ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ റീലിനും കൂടി ഒരു അവസരമായി ഇന്നത്തെ സീൻ എന്ന് പറയുന്നത്. അതാ അനീഷ് അതാ എഴുതുന്നത്, ലേലുവല്ലോ എഴുതുന്നത്. ഷാനവാസ് വെളിയുന്നുണ്ട്, ഇത് വേറെ രീതിയിൽ വായിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അനു ഇരുന്ന് കരയുന്നുണ്ട്. അപ്പം അനീഷ് ഞാൻ എന്തെങ്കിലും ചെയ്തു, എന്താ പ്രശ്നം പറയൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട് അമ്മയും അച്ഛനെയും കാണാൻ തോന്നുന്നു. അപ്പൊ ഷാനവാസ് പറയുന്ന ഒരു കാര്യം ചെയ്യാം, കുറച്ചു നേരം കിടന്നൊന്ന് വിശ്രമിക്കുക, അപ്പൊ ഇതൊക്കെ മാറുമെന്ന് അവന് പറയുന്നുണ്ട്. എന്നിട്ട് 4 മണിയായപ്പോഴത്തേക്ക് അനുമോൾ അവിടെ കിടന്ന് എനിക്ക് ടോയ്ലറ്റിൽ പോണേ എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നുണ്ട്. ക്യാപ്റ്റൻ അപ്പാനിയാണല്ലോ, അപ്പാനെ സൂപ്പർ ഉറക്കാണ് കേട്ടോ. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ജയിലിലുള്ളവർക്ക് വാഷ്റൂമിൽ പോകാനുള്ള സംവിധാനം റെഡിയാക്കൂന്ന് പറഞ്ഞിട്ട്. അപ്പാനെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്ന് തുറക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അനീഷിന്റെ അടുത്ത് പോകണമെന്ന് നോക്കിയപ്പോ പോകണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അനു വന്നതിന് ശേഷം അനീഷ് വീണ്ടും പോകുന്നുണ്ട്. അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം, പിന്നീട് അപ്പാനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന്, പിന്നെ തൊമ്മുട്ടുവാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അനു തിരിച്ചു വന്ന് കയറിയപ്പോഴത്തേക്ക് ഒന്നും പറയുന്നത് നമ്മൾ കേട്ടില്ല. പക്ഷെ ലൈവിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. കാരണം ഇപ്പോഴത്തെ ബിഗ് ബോസ് മൊത്തം ക്ലാരിറ്റി ഇല്ലാതാണ് നമ്മുടെ മെയിൻ എപ്പിസോഡിൽ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി എന്തെങ്കിലും അനു പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞങ്ങളൊന്നും കേട്ടില്ല. അപ്പാനി ഓടി വന്നിട്ട് അനുവിന്റെ കയ്യിൽ ഒരു പാവ വെച്ചോണ്ട് നടക്കാം. കാരണം ഈ അനു കൊണ്ടുവന്നായിരുന്നല്ലോ ആദ്യമേ ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്ന് പറഞ്ഞപ്പം. അപ്പൊ ഈ പാവ വെച്ച് മുന്നേ നടന്ന ഒരാളൊക്കെ ഉണ്ടല്ലേ എന്നാരു. അതെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അങ്ങനെ സീസൺ 2 ഫസ്റ്റില്ല ഏതാ നമ്മള് കണ്ടിട്ടുണ്ട്. ഇതാണൊക്കെ പാവ വെച്ച് കളിച്ച ടീമുകളൊക്കെ ഇതേ സ്ട്രാറ്റജി തന്നെയാ. ഒരു വൈറ്റ് കാർഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മിക്കവാറും ലവ് ട്രാക്ക് പിടിക്കാനാണോ എന്ന് അറിയില്ല, എന്തായാലും നോക്കാം. ആര്യനെ നോക്കി ഒന്നും പറ്റിയില്ല. ആര്യന് എന്തോ ഇപ്പൊ വലിയ താല്പര്യം ഇല്ല കേട്ടോ. കഴിഞ്ഞ വട്ടം ലാലേട്ടൻ വന്നിട്ട് പോയതിനു ശേഷത്തേക്ക് ആര്യനെ ഇങ്ങ് വിട്ടിട്ട് ഇപ്പൊ ആര്യനെ കാണുന്നതേ ഗെയിമല്ലേ, വിഷയമൊന്നുമില്ല. അതെ, ഗെയിം ഏത് രീതി വേണമെങ്കിലും കളിക്കുക, ഇതൊക്കെ ഗെയിമായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശരത്ത് എടുത്ത് എറിയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനുഭവം എടുക്കുന്നുണ്ട്. അപ്പൊ ശരത്ത് പറയുന്നുണ്ട് വായെടുത്ത വർത്താനം പറയരുത്, വായെടുത്ത വർത്താനം പറയരുതെന്ന് പറയുമ്പോൾ താൻ പോടോ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ. അതെ, അതായത് നമ്മുടെ ഈ എന്താ കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. അതായത് വീഡിയോ നമുക്ക് കാണിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. എന്തായാലും എന്തോ പറഞ്ഞിട്ടുണ്ട്, അതായത് എടുത്ത് വലിച്ചാക്കാം, പെട്ടെന്ന് വലിച്ചെറിഞ്ഞത്. അപ്പം ഇതേപോലെ തന്നെ വായെടുത്ത് പറയരുതെന്ന് പറയുന്നത്. അങ്ങനെ അനുമോള് അത് എടുത്തുകൊണ്ട് കരയാൻ വേണ്ടി പോയതാന്ന് തോന്നുന്നു. പൊടി വെളിയിൽ കരഞ്ഞൊന്നുമില്ല, അനു അതെടുത്തോണ്ട് പോയിട്ട് വാശിക്ക് പോയി വെളിയിരുന്നു. അനീഷ് വന്നിട്ടേ പോത്തോളൂ എന്ന്, ഇനി വീണ്ടും എറിയെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇവര് എടുത്ത് പോത്തോളൂ എന്ന് പറയുമ്പോഴത്തേക്കും ബിഗ് ബോസ് പറയുന്നത് മൈക്ക് എടുത്തിടാൻ. അങ്ങനെ മൈക്ക് ജയിലിൽ ഇരിക്കുവായിരുന്നു. അപ്പോഴത്തേക്ക് അനീഷ് വന്ന് ഇവർ 2 പേരും അകത്ത് കയറി.
അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുറെ കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവര് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് അനീഷിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്റെ അനീഷ് എന്തോ ഒരു ഇതൊക്കെയാണോ പറയുന്നത്, എനിക്കത് അറിയാൻ വയ്യ കേട്ടോ. അനീഷ് ജയിൽ ടാസ്ക് വേറെ ഒന്നും കാണാത്തോണ്ടാ. അതെ, അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ആയിരുന്നു സംഭവിച്ചത്. ഇനിയിപ്പോ അടുത്ത എപ്പിസോഡ് ഇന്നും അത് കണക്ക് തന്നെ അനുമോൾ കുറെ കണ്ടന്റും പിന്നെ ഇടയ്ക്ക് ഇച്ചിരി നെവിന്റെ കണ്ടന്റും പിന്നെ 2-3 ഗെയിമൊക്കെ പുതിയതായിട്ടൊക്കെ പൊട്ടിമുളച്ചിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് ഇച്ചും കൂടി ഡെവലപ്പ് ആയാലേ കാര്യങ്ങളുള്ളൂ, അല്ലെങ്കിൽ ഡെയിലി ഇതൊക്കെ തന്നെ കാണണം. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പൊ കാണാം അത് തന്നെ. പിന്നെ അതേപോലെ തന്നെ ഈ 2 ഗ്രൂപ്പിന്റെ ഇടയിൽ മറ്റേ ഷാനവാസിന്റെ ഗ്രൂപ്പ് എന്തൊക്കെ ഗെയിം കളിക്കുന്നു നമുക്ക് കാണാം. അപ്പം അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. അതുവരയ്ക്കും ബൈ.